വേദയുടെയും വിക്രത്തിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാട്ടിൽ വെച്ച് വിക്രം വേദയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തിനായിരുന്നു നീ എന്നെ രക്ഷിക്കാൻ നോക്കാതെ എനിക്കെതിരെ സാക്ഷി പറയാൻ നോക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട വേദ പറയുന്നുണ്ട്, ആ വാസവൻ എന്നെ തട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ നിങ്ങളെ ആയിരിക്കും ഇതുപോലെ പിടിച്ചോണ്ട് വന്ന് കൊല്ലാക്കൊല ചെയ്യുക. അതെനിക്ക് അറിയാമായിരുന്നു. അയാൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേൾക്കുന്ന വിക്രമാണെങ്കിലും വേദയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. അന്നേരം വേദ വിക്രമനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവനെ തല്ലിച്ചതച്ചതെന്ന് വാസവൻ തന്നെ എന്നോട് പറഞ്ഞു. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ അവനെ ഈ സ്ഥിതിയിലാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്നോട് ക്ഷമിക്കണം വിക്രം, എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ ചെയ്തത് തന്നെയായിരുന്നു ശരി. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേദ. അന്നേരം വിക്രമാണെങ്കിലും ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ മുമ്പത്തെ പോലെ അമ്മ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ നിന്നോട് നല്ല ദേഷ്യമാണെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അമ്മ എന്നെങ്കിലും എൻ്റെ ശരി മനസ്സിലാക്കും. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അമ്മ മനസ്സിലാക്കും. ആദ്യമൊക്കെ നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നല്ലോ. എന്നിൽ കണ്ണിൽ കാണുന്നത് പോലും നിങ്ങൾക്ക് വെറുപ്പല്ലായിരുന്നോ? ഇപ്പം നിങ്ങൾക്ക് മാറ്റം വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രമാണെങ്കിലും വേദയെ നോക്കി കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ വേദയുടെ കഴുത്തിലൂടെ ഒരു പുഴു വരുന്നുണ്ട്. ഇത് കാണുന്ന വിക്രം വേദയോട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ. എന്നിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. വേദ ചോദിക്കുന്നുണ്ട്, എന്താന്ന് ചോദിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വേദയുടെ കഴുത്തിൽ കൂടെ കൈയിട്ടുണ്ട് ആ പുഴുവിനെ ഇങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വേദയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പുഴുവിനെ. വേദയാണെങ്കിലും പേടിച്ച് വിറച്ച് അയ്യേന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ആ പുഴുവിനെ കളയുന്നുണ്ട്. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയ്ക്ക് പേടിയായിരുന്നോ? ഞാനില്ലായിരുന്നെങ്കിൽ ഈ കാട്ടിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെ നീ ഇവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ കാറ്റ് തീരും, അല്ലാതെ പിന്നെ എന്താ എന്നിങ്ങനെ പറയുകയാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എൻ്റെ കൂടെ കൂടിയത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അമ്മ പറയുന്നത് കേട്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ കാര്യമോ? ഇത് കേൾക്കുമ്പോഴേക്കും വേദ വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ വിട്ടിട്ട് നീ നിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. വിക്രത്തിനോട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ കാടിനുള്ളിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പം ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇതേ ഫീലിങ്സ് ഒക്കെ തോന്നിയേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും കെയർ ചെയ്യുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടാതെ വേദയെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് വിക്രം മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിന്നോട് ഞാനിതൊന്നും ആസ്വദിക്കുന്നില്ല എന്ന്? എനിക്കും ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്നെയും പിന്നെ ഈ നിമിഷങ്ങളും ഈ കാടിനകത്തുള്ള ഈ ഒരു നിമിഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊക്കെ അർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദയാണെങ്കിലും കണ്ണെടുക്കാതെ വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട്. സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ എന്നിങ്ങനെ പറഞ്ഞ് വേദയെ നോക്കുമ്പോഴേക്കും വേദ ദേഷ്യത്തോടെ വിക്രമിനെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ ഷട്ടിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞ്? ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും വിക്രമാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണടി വേതാളം എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വേദയ്ക്ക് ഒരു നാണമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രമാണെങ്കിലും വേദയെ നെഞ്ചോട് ചേർത്ത് നിറയെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സന്തോഷം വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കമാകുന്നുണ്ട്. പരസ്പരം പിരിയാനാവില്ല എന്നുള്ളൊരു തോന്നൽ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രം സ്വന്തം എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും വേദയുടെ കണ്ണ് നിറയുന്നുണ്ട്. വേദയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട്, നിനക്കറിയാവോ കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാൻ എത്രമാത്രം നിന്നെ മിസ് ചെയ്തെന്നറിയാവോ? എൻ്റെ കണ്ണുകളിൽ നീ മാത്രമായിരുന്നു, നിൻ്റെ ഓർമ്മ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോഴേക്കും വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട്, ഈ കാട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്നാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അതോ നേരത്തെ പോലെ എന്നോട് ദേഷ്യമായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തായാലും എന്നോട് ദേഷ്യമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ, അതുപോലെ നിനക്ക്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി മുതൽ എൻ്റെ ഭാര്യയായിട്ട് നീ എൻ്റെ വീട്ടിലുണ്ടാവും. ആ വാക്ക് പോരെ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും വേദയുടെ മനസ്സിൽ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിലും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്.
പക്ഷേ ഇവരുടെ വിവരമൊന്നും അറിയാതെ മാഷാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, എന്തിനാ മാഷ് ഇങ്ങനെ വിഷമിക്കുന്നത്? വേദ എവിടെയെങ്കിലും കാണും, അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അത് നിന്റെ തോന്നൽ മാത്രമാണ് കമലെ, പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ വാസവനമല്ല ആണോന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, അതെന്താ മാഷെ അങ്ങനെ പറഞ്ഞേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അതങ്ങനെയാ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയാണ്. വിക്രം പോയിട്ട് കുറച്ചു നേരം ആയില്ലേ, വിക്രമിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട്. എനിക്കാകെ പേടിയാവുക മാഷേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും മാഷിന് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്തൊക്കെയോ സംശയങ്ങൾ മാഷിന് തോന്നുകയാണ് കേട്ടോ. നന്ദിനിയാണെങ്കിലും വർഷയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വർഷേച്ചി വേദ എവിടെ വന്നിരുന്നോന്ന്. വേദ ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ ഉടനെ തന്നെ ഇവിടുന്ന് പോയെന്നാ മുത്തശ്ശി പറയുന്നത് കേട്ടത്. എന്താ നന്ദിനി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദിനി വർഷയോട് പറയുന്നുണ്ട്, അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ, ആരും വിളിച്ച് പറഞ്ഞില്ലേ അമ്മയും അച്ഛനും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കാര്യം എന്താണെന്ന് പറയൂ നന്ദിനി എന്നിങ്ങനെ പറയുന്നുണ്ട് വർഷ. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, വേദ ഇവിടെ വന്നിട്ടില്ല, ഇന്നലെ രാവിലെ ഇവിടുന്ന് കോടതിയിലേക്ക് പോയതാ വേദ, പക്ഷേ അതിനുശേഷം ആരും അവളെ ഇതുവരെ കണ്ടിട്ടില്ല. കോടതിയിലോട്ട് പോയ വേദ തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദേ ഇപ്പോൾ വിക്രമിനെയും കാണാനില്ല, എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. നിങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. ഇത് കേൾക്കുമ്പം വർഷയാണെങ്കിലും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വർഷ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ശ്രീകാന്തിനോട് ചെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് അത് അമ്മയോട് മുത്തശ്ശിയോടൊക്കെ ഉടനെ പറയുന്നുമുണ്ട്. ശ്രീകാന്ത് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ എല്ലാത്തിനും കാരണം, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. വേദ അവനെതിരെ മൊഴി പറയാൻ ചെന്നുകൊണ്ട് വേദയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് അവരെന്തെങ്കിലും ചെയ്തെന്ന് ആർക്കറിയാം. ആ കൂലിത്തലാണല്ലോ അവൻ്റെ ജോലി. ഇനി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാനായിരിക്കും അവൻ്റെ ഐഡിയ. ഇത് കേൾക്കുമ്പോഴേക്കും സാവിത്രിയമ്മ പറയുന്നുണ്ട്, ശ്രീകാന്തി അനാവശ്യമായ കാര്യങ്ങളൊന്നും നീ പറയണ്ട, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വേദയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ വിക്രം വേദയെ രക്ഷിക്കേ ഉള്ളൂ, അതാ വിക്രമിൻ്റെ സ്വഭാവം, അവനെ അളക്കാൻ നീ ആയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ശങ്കരൻ എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, വിക്രമിൻ്റെ കൂടെ വേദയുണ്ടെങ്കിൽ വേദയ്ക്ക് ഒരാപത്തും സംഭവിക്കാതെ തന്നെ വിക്രം അവളെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് വേദയുടെ മുത്തശ്ശി അമ്മയും ആകെ വിഷമിച്ചിരിക്കുകയാണ്. വേദയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ തന്നെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇനി ആ വാസവനമ്മലെയും അവരുടെ ആ ഗുണ്ടകളും കൂടെ ചേർന്ന് അവരെ എന്തെങ്കിലും ആപത്തിൽപ്പെടുത്തിയോ എന്നൊക്കെ ചിന്തിക്കുകയാണ് സാവിത്രിയമ്മ. കാടിനുള്ളിൽ വിക്രം വേദയും കൂടെ ഇരിക്കുമ്പോഴേക്കും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ദർശൻ കോടതിയിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ ആദ്യം വീട്ടിലോട്ട് വന്ന് കയറിയപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. ഇപ്പോൾ നീ എൻ്റെ ആരെല്ലാമോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താണെന്നൊന്നും പറയാനറിയില്ല, പക്ഷേ എനിക്കിപ്പം നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. വേദ പറയുന്നുണ്ട്, എനിക്കത് മാത്രം കേട്ടാൽ മതി വിക്രം, ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വിക്രം മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വേദ വിക്രമിൻ്റെ തോളിൽ ചാരി കിടക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും ഇതുവരെ മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും വിക്രം അറിയാതെ തന്നെ വേദയോട് പറയുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ വിക്രം വേദയോട് പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ദർശൻ സാറ്. ഇപ്പോഴും ആ ഒരു വിഷമം അയാളുടെ മനസ്സിലുണ്ട്. ഇനിയാണെങ്കിലും നീ സമ്മതിച്ചാൽ അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ റെഡിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, ഞാനിപ്പോൾ വേറൊരാളുടെ ഭാര്യയല്ലേ, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് വേദ. എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് നിങ്ങളല്ലേ, അപ്പോൾ അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. ദർശനം ഞാനിപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും വിക്രമിന് വേദയോടുള്ള സ്നേഹം കൂടുകയാണ്. വിക്രം വേദയെ ചേർത്ത് പിടിക്കുകയാണ്. എനിക്കറിയില്ല വേദ, എൻ്റെ ജീവിതം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ചില സമയത്ത് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ് നീയും. ഇനി എന്തായാലും നിന്നെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതമില്ല. അത്രത്തോളം നീ എന്നെ ഇപ്പോൾ സ്വാധീനിച്ചു കഴിഞ്ഞു. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിലും എല്ലാ കാര്യങ്ങളും വേദയോട് തുറന്ന് പറയുന്നുണ്ട്. വേദയുടെ മനസ്സിലുള്ള കാര്യങ്ങളും വേദ വിക്രമിനോട് പറയുന്നുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും ഇനി എന്നോട് എല്ലാം തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കരുത്. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇനി ഒരു വഴക്കിനും വക്കാലത്തിനും പോകല്ല്, ആർക്കും വേണ്ടിയിട്ട് തല്ലുണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി തല്ലുന്നതല്ലല്ലോ, ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കുന്നവരെ പിന്നെ എന്താ വേദ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് വിഷമാവുന്നുണ്ട്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ശരി ശരി, ഇനി ഞാൻ ഒരു വഴക്കിനും പോകുന്നില്ല, ഇനി അതും പറഞ്ഞ് പിണങ്ങണ്ട എന്നും പറഞ്ഞ് വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രം വേദയുടെ കൈയും പിടിച്ച് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമയത്ത് അഭിലാഷിൻ്റെയും കൂട്ടരുടെ മുമ്പിൽ ചെന്ന് പെടുകയാണ് കേട്ടോ ഇവർ. ആ സമയത്ത് വേദയ്ക്ക് പേടിയാവുന്നുണ്ട്.
വിക്രമാണെങ്കിലും വിക്രത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാടാന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ഗുണ്ടകളെല്ലാം വിക്രമിന് നേരെ വരികയാണ്. വേദ അന്നേരം വിക്രമിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പേടിച്ച് നിൽക്കുകയാണ്. വേദയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അവരിൽ നിന്ന് വേദയെ സംരക്ഷിക്കുന്നുണ്ട് വിക്രം. എതിരെ വന്ന ഗുണ്ടകളെയെല്ലാം വിക്രം തല്ലി ചതയ്ക്കുകയാണ്. ആ സമയത്ത് വാസുവിൻ എം.എൽ.എയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വാസുവിൻ എം.എൽ.എ വന്നിട്ട് വേദയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ വിക്രത്തിനോട് അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട്. വേദയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് വാസുവിൻ എം.എൽ.എ പേടിപ്പിക്കുമ്പോഴേക്കും വിക്രത്തിന് കൺട്രോൾ മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. വിക്രമാണെങ്കിലും വാസുവിൻ്റെ നല്ലൊരു ചവിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വേദ ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിലെ വിക്രമാണെങ്കിലും വാസുവിനെയും അതുപോലെ ആ ഗുണ്ടകളെയും എല്ലാം തല്ലി ചതയ്ക്കുന്നുണ്ട്. അവസാനം വേദയുമായിട്ട് വിക്രം ആ കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്